ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാത്തിമാസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പെരട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 2.5 സവാളയാണിത്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇതുപോലത്തെ 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 30 ചെറിയ ഉള്ളിയാണിത്. ഇത് ഒരു തണ്ട് കറിവേപ്പില, ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടി അധികം ഇതിൽ ചേർക്കുന്നില്ല, വറ്റൽമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഞാൻ മസാലകളൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്ത് നമ്മൾ ഈ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവോളയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതാണ്. ഈ തക്കാളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കറി ലീവ്സ് ഇതിലേക്ക് ചേർക്കാം. പിന്നെ 1 ടീസ്പൂണ് പൊടിക്കാത്ത കുരുമുളക് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമുക്ക് ഈ മൂടി വെച്ച് ഇതൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. കാരണം ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിതൊന്ന് പതിയെ തുറന്ന് നോക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ പാകത്തിന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇതെല്ലാം കിടന്ന് നമുക്ക് പതിയെ തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമുക്കിതൊന്ന് തണുത്ത് വന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല പോലെ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല പോലെ ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പാനിലേക്ക് സ്വല്പം ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ അരപ്പ് പതിയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിലേക്ക് ഈ അരപ്പ് ഒഴിക്കുമ്പം ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ. കാരണം നമ്മൾ ചൂടായി എണ്ണ കിടക്കുമ്പോൾ ഈ അരപ്പ് ഒഴിക്കുമ്പം ഇങ്ങനെ തിളച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അരപ്പൊഴിക്കുമ്പം തീ കുറച്ചിട്ടിട്ട് വേണം അരപ്പൊഴിക്കാൻ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ അധികം എരിവ് കിട്ടില്ല, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ചേർത്താൽ മതി, കാരണം നമ്മൾ കുരുമുളക് ഇട്ടാണ് ആ മസാല അരച്ചത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം.
1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാല ഇതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ അരപ്പ്. ഇനി നമുക്ക് ഈ മൂടി വെച്ച് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കനകത്തുനിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിക്കോളും. അതാണ് ഞാൻ വെള്ളം ചേർക്കാഞ്ഞത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്കിതൊന്ന് ജസ്റ്റ് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിത് പതിയെ തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ചിക്കനൊക്കെ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇനി തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. ആ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്കിത് തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കാം. നമുക്കിതിലേക്ക് സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ചിക്കൻ പെരട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.
നമ്മുടെ ചിക്കൻ പെരട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എത്ര മാത്രം ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു രുചികരമായ വിഭവമായി കാണുന്നത് വരെ ബൈ.